ഇതിൽ നമ്മൾ ഫ്രഷ് കോൺക്രീറ്റിൽ ടെസ്റ്റ് ചെയ്യുന്ന സ്ലം ടെസ്റ്റ്, പിന്നെ ഹാർഡൻ കോൺക്രീറ്റിലുള്ള ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്, അതിൻ്റെ കൂടെ ഈ ഫ്രഷ് കോൺക്രീറ്റിലും ഹാർഡൻ കോൺക്രീറ്റിലും യൂസ് ചെയ്യുന്ന മറ്റ് ടെസ്റ്റുകളെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രഷ് കോൺക്രീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രപ്പോർഷനിലുള്ള കോൺക്രീറ്റ്, അതിനാണ് ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് കോൺക്രീറ്റിൻ്റെ മെയിൻ ഒരു പ്രോപ്പർട്ടിയാണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കബിലിറ്റി എന്നാൽ എന്താണ്? വർക്കബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഈസ് വിത്ത് വിച്ച് കോൺക്രീറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ്. അതായത് നമ്മൾ കോൺക്രീറ്റിനെ മിക്സ് ചെയ്യുമ്പോൾ, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, പ്ലേസ് ചെയ്യുമ്പോൾ, കോമ്പാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എത്ര ഈസിനെസ് അനുഭവപ്പെടും എന്നുള്ളതാണ് വർക്കബിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഈ വർക്കബിലിറ്റി എന്ന് പറയുമ്പം അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് യൂസ്ഫുൾ ഇന്റേണൽ വർക്ക് നെസസറി ടു പ്രൊഡ്യൂസ് ഫുൾ കോമ്പാക്ഷൻ. അപ്പം നമ്മൾ ഒരു ഫ്രഷ് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഫുൾ കോമ്പാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് എനർജി വേണം? അപ്പോൾ ഒത്തിരി എമൗണ്ട് ഓഫ് എനർജി വേണമെങ്കിൽ എന്തായിരിക്കും? ആ മിക്സ് ഒരു സ്റ്റിഫ് മിക്സ് ആയിരിക്കും. ഓക്കെ, വലിയ എഫേർട്ടൊന്നും വേണ്ട, ചെറിയൊരു കോമ്പാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കോമ്പാക്റ്റ് ആകുമെങ്കിൽ അതെന്തായിരിക്കും? കുറച്ച് ലീൻ മിക്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ വർക്കബിലിറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോൺക്രീറ്റ് സ്റ്റിഫ് ആണോ ലീൻ ആണോ, ആ കോൺക്രീറ്റ് വർക്ക് ചെയ്യാൻ എളുപ്പമാണോ അല്ലയോ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. ഒന്നാമത്തത് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് കൂടിയാൽ വർക്കബിലിറ്റി കൂടും. അടുത്തത് മിക്സ് പ്രപ്പോർഷൻ. നമ്മൾ എടുക്കുന്ന കോൺക്രീറ്റിൽ കോൺസ്റ്റന്റ് കമ്പോണൻസിന്റെ മിക്സ് പ്രപ്പോർഷൻ. എത്ര സിമെന്റ് ഉണ്ട്, എത്ര സാൻഡ് ഉണ്ട്, എത്ര ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, എത്ര വാട്ടർ ഉണ്ട്, അങ്ങനെയുള്ള മിക്സ് പ്രപ്പോർഷൻ. അടുത്തത് സൈസ് ഓഫ് അഗ്രിഗേറ്റ്. അഗ്രിഗേറ്റിന്റെ സൈസും വർക്കബിലിറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അതായത് വലിയ സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ അത് മിക്സ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ചെറിയ സൈസ് അഗ്രിഗേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ മിക്സ് ചെയ്യാം, എന്നാലും തീരെ ചെറിയ അഗ്രിഗേറ്റ് ആകാനും പാടില്ല. അടുത്തത് ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്. റൗണ്ടഡ് ഷേപ്പുള്ള അഗ്രിഗേറ്റ്സ് വർക്കബിലിറ്റി കൂട്ടും, പക്ഷേ ആംഗുലർ ഷേപ്പുള്ള അഗ്രിഗേറ്റ് ആണെങ്കിൽ വർക്കബിലിറ്റി എന്ത് ചെയ്യുക? കൂട്ടത്തില്ല. ഇനി അടുത്തത് സർഫസ് ടെക്സ്ചർ. അടുത്തത് എന്താണ്? സർഫസ് ടെക്സ്ചർ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? അഗ്രിഗേറ്റ്സിൻ്റെ സർഫസ് റഫ് ആണോ സ്മൂത്ത് ആണോ എന്നുള്ളതനുസരിച്ചിട്ട്. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഒരു ബോൾ ബിയറിംഗ് ആക്ഷൻ പോലെ വന്നു കഴിഞ്ഞിട്ട് വർക്കബിലിറ്റി കൂടും. അടുത്താണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്സ്. അതായത് നമുക്ക് അഗ്രിഗേറ്റ്സിന് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്. നമുക്കിപ്പം എല്ലാ ടൈപ്പുള്ള അഗ്രിഗേറ്റ്സും അല്ലെങ്കിൽ ഒരേ ടൈപ്പ് അഗ്രിഗേറ്റ്സ്, ഒരേ സൈസുള്ള അഗ്രിഗേറ്റ്സ് കിടക്കുന്നതിൽ നല്ലൊരു മിക്സിന് വേണ്ടിയിട്ട് നമുക്ക് വേരിയസ് റേഞ്ചിലുള്ള ഒരു പ്രത്യേകതരം റേഞ്ചിലുള്ള അഗ്രിഗേറ്റ്സ് ഉള്ളതാണ് നമുക്ക് ശരിക്കും നല്ലൊരു മിക്സ് കിട്ടാൻ വേണ്ടത്. അടുത്തത് പിന്നെ യൂസ് ഓഫ് ആഡ് മിക്സ്ചർ. നമ്മുടെ മിക്സൊക്കെ കുറച്ച് സ്റ്റിഫൊക്കെ ആണെങ്കിൽ നമുക്ക് ചില ആഡ് മിക്സ്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ആഡ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ആഡ് മിക്സ്ചേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കോൺക്രീറ്റിനെ വർക്കബിലിറ്റി കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. ഇനി അടുത്താണ് ടെസ്റ്റ് ഓൺ കോൺക്രീറ്റ്. അപ്പോൾ ടെസ്റ്റ് ഓൺ കോൺക്രീറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫ്രഷ് കോൺക്രീറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് വെറ്റ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ, അതെന്ന് പറഞ്ഞാൽ മെയിൻലി വർക്കബിലിറ്റി ടെസ്റ്റുകളാണ്. അടുത്തത് ഹാർഡൻഡ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഹാർഡൻഡ് കോൺക്രീറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് കോൺക്രീറ്റ് ഹാർഡ് ആയി കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കംപ്രഷൻ ടെസ്റ്റ്, അതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് FCK എന്നൊരു ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കംപ്രഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്ലെക്ചർ ടെസ്റ്റ് ഉണ്ട്, സ്പ്ലിറ്റ് ടെൻസൈൽ ടെസ്റ്റ് ഉണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഈ 3 ടെസ്റ്റും നിങ്ങളുടെ ഈ ബേസിക് സിവിലിലും വേണ്ടതല്ല, നിങ്ങളിത് കോൺക്രീറ്റ് ടെക്നോളജി എന്നുള്ളൊരു സബ്ജക്റ്റിലായിരിക്കും ഇത് പഠിക്കുക. ബാക്കി ഈ വർക്കബിലിറ്റി ടെസ്റ്റുകളും കംപ്രഷൻ ടെസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, വർക്കബിലിറ്റി ടെസ്റ്റ്. ആദ്യത്തെ നമ്മൾ വർക്കബിലിറ്റി ടെസ്റ്റ് പഠിക്കുന്ന ഒരു ടെസ്റ്റാണ് സ്ലം ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്ലം ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്ലം ടെസ്റ്റിൽ ഇറ്റ് മെഷേഴ്സ് ദ കൺസിസ്റ്റൻസി ഓഫ് കോൺക്രീറ്റിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ലബോറട്ടറിയിലും ഈ ടെസ്റ്റ് ചെയ്യാം, സൈറ്റിലും ഈ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ടെസ്റ്റ് നല്ല വെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്റ്റിഫ് മിക്സസിന് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ വർക്കബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും ഒന്നും നമുക്കിതിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റിയെ പറ്റി റഫ് ഐഡിയ കിട്ടുമെന്നേ ഉള്ളൂ ഈ സ്ലം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്ലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലം കോണാണ്. ഓക്കെ, അപ്പോൾ ആ സ്ലം കോൺ യൂസ് ചെയ്യും.
പിന്നെ ഒരു 16 mm ഡയമീറ്റർ ഉള്ള ഒരു റോഡ് യൂസ് ചെയ്യും. ഓക്കെ, ആ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അറൌണ്ട് 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മൾ ഇതിനകത്ത് ഈ കോൺക്രീറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അറൌണ്ട് 20 to 30 സ്റ്റോക്സ് കൊടുത്ത് ഇങ്ങനെ ടാമ്പ് ചെയ്ത് അവനെ ഹാർഡൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാരറ്റസ്. ഇവൻ്റെ ബേസ് ഡയമീറ്റർ 200 mm ഡയായും ടോപ്പിൽ 100 mm ഡയായും ആയിരിക്കും. ഇവനൊരു 300 mm ഹൈറ്റ് ആണുള്ളത്. പിന്നെ ഇതിനെ നമുക്ക് ഇതിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് ഹാൻഡിൽ പിടിച്ചിട്ട് ഈ കോണിനെ മേളോട്ട് ഉയർത്തുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതിനുള്ളിൽ ഇടുന്ന കോൺക്രീറ്റിനെ 3 ലെയേഴ്സ് ആയിട്ട് ടാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടാമ്പിംഗ് റോഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഫുള്ള് ഇവിടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം അതെന്ത് ചെയ്യും, അതൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോണിൻ്റെ 2 ഹാൻഡിൽ പിടിച്ച് മുകളിലോട്ട് ഉയർത്തുക ചെയ്യുന്നത്. ഉയർത്തുമ്പം ഇവിടം വരെ നിന്നിരുന്ന ആ കോൺക്രീറ്റ് എന്ത് ചെയ്യും, ഒന്ന് താഴോട്ട് ഇറങ്ങും. താഴോട്ടൊന്ന് വീഴുന്ന പോലെ വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ലംബ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു സ്ലംബാണ് നമുക്കതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സപ്പോർട്ടഡ് ആണ്. ഇത് അൺസപ്പോർട്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒന്ന് സബ്സൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ആണ് നമ്മൾ സ്ലംബ് എന്ന് പറഞ്ഞിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന് അറൌണ്ട് 20 to 40 mm സ്ലംബ് വേണം. ബീം അല്ലെങ്കിൽ സ്ലാബ്, ബീം അറിയാമല്ലോ, നമ്മുടെ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറുകളാണ് ബീം എന്ന് പറയുന്നത്. ബീമിന് മേളിൽ കൊടുക്കുന്ന സാധനമാണ് എന്ത്, സ്ലാബ് എന്ന് പറയുന്നത്. നമ്മൾ കവറിംഗ് ആയിട്ട് റൂഫ് കവറിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്തില്ല, അതാണ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ബീം അല്ലെങ്കിൽ സ്ലാബിന് 50 to 100 mm എന്ത് വേണം, സ്ലംബ് വേണം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ RCC വർക്ക്, സാധാരണ RCC വർക്കിൽ യൂസ് ചെയ്യുന്ന 80 to 150 mm സ്ലംബ് വേണം. ഇനി മാസ് കോൺക്രീറ്റിംഗ് വർക്ക്, ഡാം അല്ലെങ്കിൽ റീറ്റെയിനിങ് വോള് അതുപോലുള്ള സ്ട്രക്ചറുകൾക്കൊക്കെ ആണെങ്കിൽ 20 to 50 mm സ്ലംബ് വേണം. ഇനി വൈബ്രേറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് ആണെങ്കിൽ 10 to 25 mm മതി സ്ലംബ്. ഓക്കെ, പിന്നെ ഇംപെർമിയബിൾ വർക്ക്, അതായത് വെള്ളം കയറി പോകില്ല, അതായത് നല്ല ഇംപെർമിയബിൾ ആയിട്ടുള്ള വർക്കിനൊക്കെ 75 to 120 mm സ്ലംബാണ് വേണ്ടത്. ഓക്കെ, ഇനി സ്ലംബിൻ്റെ ഒരു 50 to 75 mm ഒക്കെ സ്ലംബാണ് നമുക്ക് ഫൗണ്ടേഷൻ വർക്കിനൊക്കെ യൂസ് ചെയ്യാം. ഇനി റോഡ് വർക്കിനൊക്കെ ആണെങ്കിൽ 20 to 28 mm ഒക്കെ സ്ലംബ് ആകാവുള്ളൂ. പിന്നെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, 12 to 25 mm വേണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു റേഞ്ചാണ്, കറക്റ്റ് വാല്യൂ അല്ല, റേഞ്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി സ്ലം ടെസ്റ്റ് പോലെ തന്നെ വരുന്നൊരു അടുത്തൊരു ടെസ്റ്റാണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഒന്നും നിങ്ങളുടെ സിലബസിൽ ജസ്റ്റ് പറയുന്നില്ല. നമുക്ക് വർക്കബിലിറ്റി ടെസ്റ്റുകൾ എന്ന് ചോദിച്ചാൽ സ്ലം ടെസ്റ്റിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് കോമ്പാക്ഷൻ ഫാക്ടർ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെയും ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെയും വെയിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് കോമ്പാക്ഷൻ ഫാക്ടർ ഒരു 0.95, 0.92, 0.85, 0.75 ഒക്കെ ആണെങ്കിൽ വർക്കബിലിറ്റി നമുക്ക് ഈ ഫാക്ടർ വെച്ചിട്ട് പറയാൻ സാധിക്കും. 0.95 കോമ്പാക്ഷൻ ഫാക്ടർ ആണെങ്കിൽ ഹൈ വർക്കബിലിറ്റി ആയിരിക്കും, 0.92 ആണെങ്കിൽ മീഡിയം വർക്കബിലിറ്റി, 0.85 ആണെങ്കിൽ ലോ വർക്കബിലിറ്റി, 0.75 ആണെങ്കിൽ വെരി ലോ വർക്കബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിൽ നമ്മൾ കോൺക്രീറ്റ് പോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ബേസ് പ്ലേറ്റ് പോലുണ്ട്, ആ പ്ലേറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോർ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ പിന്നെയും മാറ്റിയിട്ട് താഴോട്ട് വരും. എന്നിട്ട് ആ ഒരു കോൺക്രീറ്റിൻ്റെ വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ടത്തിലുള്ള ബേസ് പ്ലേറ്റ് മാത്രം നമ്മൾ ബേസിലുള്ള ഈ സിലിണ്ടർ മാത്രം മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ നമ്മളത് ടാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടാമ്പ് ചെയ്ത വെയിറ്റ് എടുക്കും. അത് തമ്മിലുള്ള റേഷ്യോ ആണ് കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അടുത്തൊരു ടെസ്റ്റാണ് VB ടെസ്റ്റ്. VB ടെസ്റ്റ് ചെയ്യുന്നത് VB കൺസിസ്റ്റോമീറ്റർ എന്നുള്ളൊരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ സ്ലം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ലം കോണിനെ ഒരു സിലിണ്ടറിക്കൽ മെറ്റൽ സിലിണ്ടറിനകത്തോട്ട് എടുത്തു വെക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് VB കൺസിസ്റ്റോമീറ്റർ എന്ന് പറയുക. ഈ സിലിണ്ടറിക്കലായിട്ടുള്ളൊരു മെറ്റൽ സിലിണ്ടറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേളിൽ ഈ സ്ലം കോൺ ഉയർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് സിലിണ്ടർ, ഇപ്പോൾ ഈ സ്ലംബ് ഏകദേശം ഒരു സബ്സൈഡ് ചെയ്ത സ്ലംബായിരിക്കും അല്ലേ, അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മളൊരു ഗ്ലാസ് ഡിസ്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനടിയിൽ വൈബ്രേറ്റേഴ്സ് ഉണ്ട്, ആ വൈബ്രേറ്റർ സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കോണിക്കൽ ഷേപ്പ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അക്വയർ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യും. വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യും. വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും എന്നിട്ട് ഈ വൈബ്രേഷൻ അവസാനിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതൊരു ഫുൾ സിലിണ്ടറിക്കൽ ഷേപ്പ് ആകുമ്പോൾ സ്റ്റോപ്പ് വാച്ചിൽ എത്ര ടൈം ആയും നമ്മൾ നോക്കും. അതിനാണ് VB ഡിഗ്രി അല്ലെങ്കിൽ VB ടൈം എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഇസ് എ ടൈം റിക്വയർഡ് ഫോർ കോൺക്രീറ്റ് ഷേപ്പ് ടു ചേഞ്ച് ഫ്രം സ്ലം കോൺ ഷേപ്പ് ടു എ സിലിണ്ടറിക്കൽ ഷേപ്പ്. അതിനാണ് VB ടെസ്റ്റ്, അല്ലെങ്കിൽ അതിനെടുക്കുന്ന ടൈമിനാണ് VB ടൈം ഒക്കെ എന്ന് പറയുന്നത്.
ഓക്കെ, ഇതാണ് ഒരു VB അപ്പാരറ്റസ്. ഇത് കോൺ വെച്ചിട്ടുണ്ട്, ഇതുപോലൊരു സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ അതിനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുക. ഇനി അടുത്താണ് നമ്മൾ വർക്കബിലിറ്റി സ്ലംബ് VB ടൈം കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ ടേംസിൽ വർക്കബിലിറ്റി പറയാം. ഇപ്പം നമ്മുടെ VB ടൈം അറൌണ്ട് 30 to 18 സെക്കൻഡ്സ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സ് ആണെന്ന് പറയാൻ സാധിക്കും. കോമ്പാക്ഷൻ ഫാക്ടർ 0 ആണ്. അപ്പം ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 0 to 25 mm സ്ലംബ് ആണെങ്കിൽ അത് സ്റ്റിഫ് മിക്സ് ആണ്. 25 to 50 ആണെങ്കിൽ സ്റ്റിഫ് പ്ലാസ്റ്റിക് മിക്സ് ആണ്. 75 to 100 mm ആണെങ്കിൽ പ്ലാസ്റ്റിക് മിക്സ് ആണ്. 150 to 175 mm ആണെങ്കിൽ ഫ്ലോയിങ് മിക്സ് ആണ്. അപ്പോൾ ഈ സ്ലം ടെസ്റ്റിൻ്റെ വാല്യൂസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ബാക്കി ടെസ്റ്റുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് സ്ലം ടെസ്റ്റാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി VB ടൈം അനുസരിച്ചിട്ട് നമുക്ക് VB ടൈം കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, എക്സ്ട്രീംലി ഡ്രൈ ആയിരിക്കും. VB ടൈം കുറവാണെങ്കിൽ അത് ഫ്ലോയിങ് മിക്സർ ആണെന്ന് പറയാൻ സാധിക്കും. അതിനിടയിൽ വേറെ സ്റ്റിഫ് പ്ലാസ്റ്റിക് എന്നൊക്കെ നമുക്ക് VB ടൈമിനനുസരിച്ചിട്ട് പറയാം. ഈ ഒരു ടേബിൾ, ഈ രണ്ട് കോളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി കോമ്പാക്ഷൻ ഫാക്ടർ അനുസരിച്ചിട്ട് നമുക്ക് മിക്സുകളെ പറയാം. ഇപ്പോൾ എൻ്റെ കോമ്പാക്ഷൻ ഫാക്ടർ കൂടുന്തോറും എന്താണ്, എൻ്റെ ഫ്ലോ അല്ലെങ്കിൽ എൻ്റെ വർക്കബിലിറ്റിയും കൂടി വരിക. ഡ്രൈ വർക്കബിലിറ്റിയിൽ നിന്ന് ഫ്ലോയിങ്ങിലോട്ട് മാറും. ഓക്കെ, ഇനി അടുത്തതാണ് ഫ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ സ്പ്രെഡാണ് നമ്മൾ മെഷർ ചെയ്യുക. ഒരു കോൺക്രീറ്റ് ഒരു ടേബിളിലോട്ട് നമ്മൾ ഇതുപോലെ സ്ലം കോണിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ സ്ലം കോൺ ഉയർത്തുമ്പോൾ അതിന് എത്ര സ്പ്രെഡായി എന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യുക. ഇത് മെഷർ ചെയ്യുന്ന അപ്പാരറ്റസിൻ്റെ പേര് ഫ്ലോ ടേബിൾ എന്നാണ്. ഒരു 76 സെൻറ്റിമീറ്റർ ഡയാ ഉള്ള ഒരു 76 സെൻറ്റിമീറ്റർ ഡയാ ഉള്ളൊരു ടേബിളാണത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മൗൾഡ് എന്ത് ചെയ്യും, ടേബിളിൻ്റെ സെൻറ്ററിൽ വെക്കും. ഓക്കെ, സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ കോൺക്രീറ്റ് 2 ലെയേഴ്സ് ആയിട്ട് ഫില്ല് ചെയ്ത് ഈച്ച് ലെയറിനെ നമ്മൾ എന്ത് ചെയ്യും, 25 ടൈംസ് നമ്മൾ ടാമ്പിംഗ് റോഡ് വെച്ച് ടാമ്പ് ചെയ്യും. നമ്മൾ എന്തെല്ലാം സ്ലംബിൽ ചെയ്യുന്ന പോലെ 2-3 ലെയേഴ്സ് ആയിട്ട്, സ്ലംബിൽ 3 ലെയേഴ്സ് ആയിട്ട്, ഇവിടെ നമ്മൾ 2 ലെയേഴ്സ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് 25 ടൈംസ് ടാമ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സസ് കോൺക്രീറ്റ് അതിൻ്റെ മേളിൽ നിന്ന് റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മൗൾഡിനെ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കോൺക്രീറ്റ് എന്ത് ചെയ്യും, ഒന്ന് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു സബ്സിഡൻസ് ഉണ്ടായിട്ട് അതിങ്ങനെ നിൽക്കും അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടേബിളിനെ ഒരു 12.5 mm മേലോട്ട് റേസ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. നമ്മൾ 15 ടൈംസ് ഇൻ 15 സെക്കൻഡ്സിൽ, ഒരു സെക്കൻഡിൽ ഒരു തവണ റൈസ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺക്രീറ്റിന് ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ നിന്നും എത്ര ഡയമീറ്റർ സ്പ്രെഡ് ഉണ്ടായെന്നാണ് നമ്മളിതിൽ മെഷർ ചെയ്യുക. അതാണ് ഫ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്പ്രെഡ് ഇൻ ഡയ -25 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 ആണ് ഫ്ലോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലോ ടേബിൾ അപ്പാരറ്റസ്. ഇനി അടുത്താണ് കെല്ലി ബോൾ ടെസ്റ്റ്. ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു വർക്കബിലിറ്റി ടെസ്റ്റിൻ്റെ പേരാണ് ഇത്, കെല്ലി ബോൾ ടെസ്റ്റ്. അപ്പോൾ അതിനകത്ത് ഒരു 15 സെൻറ്റിമീറ്റർ ഡയ ഉള്ളൊരു ഹെമിസ്ഫിയർ ആണ്. അതിനകത്ത് നമുക്ക് എന്താണ്, ഡെപ്ത് ഓഫ് പെനട്രേഷൻ ആണ് നമ്മളിതിൽ മെഷർ ചെയ്യുക. എത്ര പെനട്രേറ്റ് ചെയ്തു, കോൺക്രീറ്റ് എത്ര ഹാഡൻഡ് ആണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്ത് ഓഫ് പെനട്രേഷൻ ആണ് ഇതിൽ മെഷർ ചെയ്യുക. ഇതാണ് കെല്ലി ബോൾ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ഓഫ് കോൺക്രീറ്റ്. അതായത് നമുക്ക് കോൺക്രീറ്റിൻ്റെ ഹാർഡൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഈ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിൽ നമുക്ക് എന്താ, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് കിട്ടുക. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്നുള്ളതിന് FCK എന്നാണ് പറയാം. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 150 mm സൈസ് ഉള്ള ക്യൂബ്സ് ആയിട്ട് കോൺക്രീറ്റിനെ കാസ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ 28 ഡേയ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഇതുപോലെ 150 mm സൈസ് ഉള്ള ക്യൂബിനെ 28 ഡേയ്സിൽ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇതിന് സിലിണ്ടർ ആണ് യൂസ് ചെയ്യുക. സിലിണ്ടർ ഡയമീറ്റർ അറൌണ്ട് 150 mm, ഹൈറ്റ് 300 mm ഉള്ള ഡയമീറ്റർ ഉള്ള സിലിണ്ടറാണ് ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഈ FCK എന്നൊരു ടേം ഉണ്ട് അല്ലേ. FCK എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ബിലോ വിച്ച് നോട്ട് മോർ ദാൻ 5% ഓഫ് ടെസ്റ്റ് റിസൾട്ട്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോൾ. അതായത് നമുക്ക് നമ്മുടെ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 5% സാമ്പിളെ ആ വാല്യൂവിന് താഴെയോട്ട് വരാവുള്ളൂ. ഇപ്പോൾ എനിക്കൊരു 30 MPa ഉണ്ട്. അപ്പോൾ ആ 30 MPa താഴോട്ടുള്ള വാല്യൂ 5% സാമ്പിളിനെ വരാവുള്ളൂ. ബാക്കി 95% സാമ്പിളും 30 MPa അതിന് മേളിലോ ആയിരിക്കണം. ആ ഒരു സ്ട്രെങ്തിനാണ് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ എന്താ, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് സ്പെസിമെൻ കാസ്റ്റഡ് ആൻഡ് ടെസ്റ്റഡ് ആസ് പെർ ഗിവൺ കോഡ് ഓഫ് പ്രാക്ടീസ് ആൻഡ് ക്യൂർഡ് ഫോർ എ പീരീഡ് ഓഫ് 28 ഡേയ്സ്. അപ്പോൾ നമ്മൾ 28 ഡേയ്സ് ക്യൂർ ചെയ്ത 15 സെൻറ്റിമീറ്റർ സൈസുള്ള ക്യൂബ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ 95% സാമ്പിളിനും ഇതിനെക്കാട്ടിലും മുകളിലുള്ള വാല്യൂ ആയിരിക്കും. അതായത് നമ്മളിപ്പം 20 MPa ആണെങ്കിൽ അതിന് മുകളിലായിരിക്കും ബാക്കി 95% സാമ്പിളിൻ്റെ വാല്യൂ. 5% സാമ്പിളിന് ഈ വാല്യൂവിൽ കുറവാകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു
വാല്യൂവിനാണ് നമ്മൾ FCക്ക് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയും. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ, അതായത് ഈ ഒരു 30 എന്നൊരു വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 30 എന്നുള്ള വാല്യൂവിന് മേളിലാണ് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ 95% സാമ്പിളും വരിക. ബാക്കി 5% ഡിഫക്റ്റീവ് സാമ്പിൾസ് ഉണ്ട്, അതാണ് ഈ 30ക്ക് താഴോട്ട് വരിക. ഓക്കെ, ഇതുപോലൊരു മൗൾഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. 150 mm ഡയാളൊരു മൗൾഡ്. നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലാണ്. ഇതിനകത്ത് ഇവിടെ ഈ രണ്ട് ഈ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി കംപ്രസീവ് സ്ട്രെങ്തിൽ നമ്മൾ ക്യൂബ് സൈസ് പറഞ്ഞു 150 mm എന്ന് പറഞ്ഞു. ഇത് യൂസ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റിംഗ് മെഷീനാണ്. സ്പെസിമെൻ നമ്മൾ എന്ത് ചെയ്യും, 28 days കണ്ടിന്യൂസ് ക്യൂറിംഗ് ആണ്. നല്ല വാട്ടർ ബാത്തിൽ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളത് കംപ്ലീറ്റ് ക്യൂറിംഗ് ആണ് ചെയ്യുക. ഇനി നമ്മുടെ അമേരിക്കൻ കോൺക്രീറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് സിലിണ്ടർ സ്ട്രെങ്ത് യൂസ് ചെയ്യുക. അവൻ്റെ ഡയമീറ്റർ 150 mm, ഹൈറ്റ് 300 mm ആണ്. ഇനി ഈ ക്യൂബ് സ്ട്രെങ്തും സിലിണ്ടർ സ്ട്രെങ്തും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമ്മൾ കാണുന്ന ക്യൂബ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.25 ടൈംസ് സിലിണ്ടർ സ്ട്രെങ്ത് ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമ്മുടെ കംപ്രസീവ് സ്ട്രെങ്ത് വേരിയസ് ഏജിൽ എങ്ങനെയാണെന്ന്. അതായത് നമുക്ക് ഫസ്റ്റ് ഡേയിൽ കോൺക്രീറ്റിന് അറൗണ്ട് 16% കംപ്രസീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 3rd day ആകുമ്പോഴത്തേനും അത് 40% അറൗണ്ട് ആവും. ഇനി 7th day ആകുമ്പം ആ കോൺക്രീറ്റ് ഒരു 65% ഓഫ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യും. 14 days ആകുമ്പം അറൗണ്ട് 90% സ്ട്രെങ്ത് അച്ചീവ് ചെയ്യും. 28 days ആകുമ്പോൾ 99% അറൗണ്ട് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യും. പിന്നെ ഒരു 100% ആവാൻ കുറച്ചുകൂടെ ഒക്കെ ടൈം എടുക്കും. 100% സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 28 days കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി ക്യൂറിംഗ് ഒക്കെ നടന്നിട്ടാണ് എടുക്കുക, അതിൻ്റെ ഫുൾ സ്ട്രെങ്ത് വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കോൺക്രീറ്റിന് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്. നമ്മൾ അവൻ്റെ മിക്സ് പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് നമ്മൾ എത്ര സാൻഡാണ്, എത്ര കോൺക്രീറ്റ് ആണ്, എത്ര ഫൈൻ അഗ്രിഗേറ്റ് ആണ്, എത്ര കോഴ്സ് അഗ്രിഗേറ്റ് ആണെന്ന് അനുസരിച്ചിട്ട് അവന് വിവിധ ഗ്രേഡ്സ് ഉണ്ട്. M15, 20, 25, 30, 35, 40, 45 അങ്ങനെ. M എന്ന് പറഞ്ഞാൽ മിക്സ് പ്രപ്പോർഷൻ. അത് ഈ 15 എന്ന് പറയുന്നത് അവരുടെ കംപ്രസീവ് സ്ട്രെങ്ത്, 28 days കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോൾ 7 days ആകുമ്പോൾ ഈ M15 ഗ്രേഡ് കോൺക്രീറ്റ് അറൗണ്ട് 10 Nm², അല്ലെങ്കിൽ 10 MPa കംപ്രസീവ് സ്ട്രെങ്ത് ആണ് അച്ചീവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ 20 ആകുമ്പോൾ 13.5%, 13.5 MPa അച്ചീവ് ചെയ്യും. 25 ആകുമ്പോൾ 17 Nm², 30 ആകുമ്പോൾ 20 Nm², M35 ആകുമ്പോൾ 23.5, M40 ആകുമ്പോൾ 27, M45 ആകുമ്പോൾ 30. ഇനി കംപ്രസീവ് സ്ട്രെങ്ത് അറൗണ്ട് 28 days നമ്മൾ പറയുന്നത് അറൗണ്ട് 99% ആണെങ്കിൽ നമ്മൾ 28 days അവന് ഫുൾ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ.